ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് സ്റ്റൈലു. ലോങ് ഫോമാറ്റിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ. GIFTനെ കുറിച്ചിട്ടല്ലേ നമ്മൾ കൂടുതലായിട്ടും ലോങ് ഫോമാറ്റിൽ വന്നിട്ട് സംസാരിക്കാറ്. അപ്പോൾ ഇന്നും GIFTനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുറച്ച് പുതിയ വ്യൂവേഴ്സ് ആണോ ആയിരിക്കാനാണ് ചാൻസ്. കമൻറ്റ്സ് കൂടുതൽ വന്നിട്ടുണ്ട്, ഡൗട്ട്സ് വന്നിട്ടുണ്ട് GIFTനെ കുറിച്ചിട്ട്. ചിലപ്പോൾ അവർക്ക് അധികം GIFTനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളും GIFTനെ കുറിച്ചിട്ട് അറിയാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഇപ്പോൾ വെറുതെ ഫാഷൻ ഡിസൈനിങ് കോഴ്സസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തപ്പോൾ കാണുന്ന ഒരു വീഡിയോ ആണ് ഇതെങ്കിൽ, ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം GIFT കോഴ്സ് എന്താണെന്നൊക്കെ. GIFT കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് GIFT, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത് കേട്ടോ. അപ്പോൾ 2 കൊല്ലത്തെ കോഴ്സാണ്. ഗേൾസിനും ബോയ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. SSLC പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഈ കോഴ്സിൻ്റെ ഒരു കാര്യം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആണ്. നമുക്ക് അഡ്മിഷൻ ടൈമിൽ കുറച്ച് പൈസകളൊക്കെ അല്ലാണ്ട് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൈസയൊന്നും വാങ്ങിക്കില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് GIFT കോഴ്സ് നല്ലതാണോ അതോ പൊട്ടയാണോ, നമ്മൾ 2 കൊല്ലം വേസ്റ്റ് ചെയ്യണതാണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ ആ വീഡിയോ കൂടിയിട്ട് അതൊരു 2 കൊല്ലം മുന്നാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടി ഞാൻ ടാഗ് ചെയ്യാം. നിങ്ങൾ ഈ 2 വീഡിയോസും കൂടിയിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ കോഴ്സ് നോക്കിയിട്ട് മാത്രം അഡ്മിഷന് പോവാം കേട്ടോ. ഞാനിത് പറയാൻ കാരണം നമുക്കൊരു 2-3 മന്ത്സിനുള്ളിൽ ചിലപ്പോൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയി ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എങ്ങനെ പോയാലും നല്ലൊരു കോഴ്സ് തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സും നിങ്ങളുടെ കഴിവും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ GIFT കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് മെയിനായിട്ട് മുന്നിൽ കണ്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പിന്നെ അവരുടെ കുട്ടികൾക്ക് ഫ്യൂച്ചർ കുറച്ചും കൂടി നല്ലതാക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊക്കെ ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോഴ്സുകളെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരുവിധം എല്ലായിടത്തും അത്യാവശ്യം നല്ല ഫീസ് വരുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നതായാലും അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഫീസ് കൊടുക്കുന്നതിനായിട്ടായിട്ടും പ്രൈവറ്റായിട്ട് ഡിപ്ലോമ കോഴ്സസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായ ചിലവുകൾ വരുന്നുണ്ട്. നമുക്ക് GIFTയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് പൈസയും അതുപോലെ തന്നെ അഡ്മിഷൻ ടൈമിൽ വരുന്ന കുറച്ച് പൈസകൾ, ഫീസ് നമ്മുടെ യൂണിഫോം, ബുക്സ് അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് പൈസകളാണ് നമുക്ക് ചിലവായിട്ട് വരുന്നത്. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, വേറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീസിൽ വരുന്ന ഡിഫറൻസ് ആണ് ഇതിന് രണ്ടിനും മേജറായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. പിന്നെ വരുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്നുണ്ടെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, നേരെ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു. അല്ലാത്തത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ മെയിൻലി അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പം നമുക്കൊരു 35 വയസ്സായി 40 വയസ്സായ ഒരാൾക്ക് ഡിഗ്രി കോഴ്സിന് പോയി ചേരാൻ പറ്റില്ല. അതിന് എന്തായാലും ഏജ് ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ GIFT കോഴ്സിന് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് പഠിക്കാൻ നിൽക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GIFTയിൽ പോയിട്ട് ചേരാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് കുറഞ്ഞ പൈസയിൽ നിങ്ങൾക്ക് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 കൊല്ലത്തെ കോഴ്സാണ്. സിലബസും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. പ്രാക്ടിക്കൽസ് കൂടുതലാണ്. കുറേ തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഒട്ടും കഴിവില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ട് ചേരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു അവസരം കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർ നമ്മുടെ വീഡിയോസ് കാണാൻ ചാൻസ് ഇല്ല കൂടുതലായിട്ടും. ആഗ്രഹമുള്ളവരാണല്ലോ നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടി സെർച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചേ പറ്റൂ, വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GIFT കോഴ്സ് എന്തായാലും ചെയ്യാം. അല്ല, നിങ്ങൾക്കിപ്പോൾ പ്രശ്നമില്ല, ഇപ്പോൾ ഡിഗ്രി കോഴ്സസ് ഇപ്പോൾ നമുക്ക് BBA ചെയ്യണം, അതുപോലെ തന്നെ വേറെ കോഴ്സസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ചിലവാവില്ലേ.
പ്രൈവറ്റായിട്ട് ഡിഗ്രിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ ചിലവും. അതുപോലെ തന്നെ നിങ്ങളത് നോക്കി കാണുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സർട്ടിഫിക്കറ്റ് വാല്യൂ ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എളുപ്പം കൂടുതൽ ഡിഗ്രി കോഴ്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ എവിടെയാണെങ്കിലും ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡിഗ്രിയാണെന്ന് പറയുമ്പോൾ അവർക്കൊരു മുൻഗണനയുണ്ട്. പിന്നെയാണ് അതിലേക്ക് അവർക്ക് ടാലന്റ് ഉണ്ടോ, എന്തൊക്കെ അറിയാമെന്നുള്ളതൊക്കെ ആലോചിക്കുന്നത്, അന്വേഷിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് 2 കൊല്ലങ്ങൾക്ക് മുന്നാണ് തോന്നുന്നു, 2-3 കൊല്ലം മുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കുറച്ച് കമൻസുകൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ കമൻസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് വന്നേക്കുന്നത്. അതായത് ചിലർക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ കോഴ്സാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ, ചിലവർ പറഞ്ഞേക്കുന്നത് ഭയങ്കര വേസ്റ്റ് ഓഫ് ടൈമാണ്, 2 കൊല്ലം പോയി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോഴ്സ് നല്ലത് തന്നെയാണ്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്, സർട്ടിഫിക്കറ്റിനാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത്? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിനാണോ കൂടുതൽ വാല്യൂ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ സിലബസ് കൂടുതൽ അറിയണം, അതായത് എന്തൊക്കെ ചെയ്യണം, സ്റ്റിച്ചിങ് ആണ്, എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ അറിയണം. സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ, വരയ്ക്കണ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് മെയിൻ. പിന്നെ കുറച്ച് തിയറി, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സിൽ മെയിനായിട്ട് വരുന്നത്. ഡിഗ്രി കോഴ്സസിനാണെങ്കിൽ പ്രാക്ടിക്കൽസ് കുറവും തിയറീസ് കൂടുതലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിയറി ആണോ കൂടുതൽ അറിയേണ്ടത്, പ്രാക്ടിക്കൽ ആണോ കൂടുതൽ അറിയേണ്ടത്, നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിഗ്രി കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാനാണ്, നിങ്ങൾ കുറച്ച് ഏജ്ഡ് ആണ്, നിങ്ങൾക്ക് കുറച്ച് പൈസ ഷോർട്ടേജ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GIFTയിലെ കോഴ്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഏത് കോഴ്സ് ചേരണം എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ കണ്ടുപിടിക്കുക, നമുക്കത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ തന്നെ പോയി പഠിക്കണം, അല്ലെങ്കിൽ GIFT കോഴ്സ് പൊട്ടയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണല്ലോ പറയാം. അപ്പോൾ എനിക്ക് പൊട്ട എക്സ്പീരിയൻസ് ആണ് GIFTയിൽ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. പൊട്ട എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ ആലോചിക്കുന്നവരായിരിക്കാം, അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, രണ്ട് വീഡിയോസും ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് എന്ന്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ്, ഇപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ റിപ്ലൈ തരാം. അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ. ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ഫാഷൻ ഡിസൈൻ GIFT കോഴ്സിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വേണ്ട ഏത് കോഴ്സാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാം. അഡ്മിഷൻ്റെ കാര്യം ചോദിക്കുന്നവരോട്, അഡ്മിഷൻ നമുക്കിപ്പോൾ ആവാറായിട്ടില്ല, എന്തായാലും ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.